അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് 2020 നാലാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനൊരു താരപ്പൊലിമ തന്നെയുണ്ട്. പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയ സ്ഥാനാർത്ഥിയാകും. ഏറ്റുമാനൂരിൽ വീണ നായരാണ് സ്ഥാനാർത്ഥി. അങ്കമാലിയിൽ പ്രോമി കുര്യാക്കോസും തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായരുമാണ് മത്സരിക്കുക. അപ്പോൾ താരപ്പൊലിമയുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് 2020 പുറത്തിറക്കിയിരിക്കുന്നത്. നവമി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, വിജയസാധ്യതയാണോ അതോ ആളുകൾക്ക് പരിചയമുള്ള മുഖം എന്ന നിലയിലാണോ, എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്? രേണുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 20 സീറ്റുകളിലാണ് 2020 ഇവിടെ ഇത്തവണ മത്സരിക്കുന്നത്. അതിൽ 12 സീറ്റുകളുടെ പ്രഖ്യാപനം വരുമ്പോൾ വലിയൊരു താരപ്പൊലിമ എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഇന്നലെ തൃക്കാക്കരയിൽ അഖിൽ മാരാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് വരുമ്പോൾ 4 ഇടങ്ങളിലേക്കുള്ള പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. അങ്കമാലിയിൽ പ്രോമി കുര്യാക്കോസ്, തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായർ, പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയ, ഏറ്റുമാനൂരിൽ വീണ നായർ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രേണുക പറഞ്ഞതുപോലെ തന്നെ ഇത് വിജയസാധ്യതയാണോ അല്ലെങ്കിൽ 2020 ഒരു താരപ്പൊലിമ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കാണോ ഇപ്പോൾ ആളുകൾ എന്ന രീതിയിലേക്കാണോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നാൽ, പ്രോമി കുര്യാക്കോസ് നമുക്കറിയാം വെറുതെയല്ല ഭാര്യ എന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്നൊരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രോമിയും കുടുംബവും ഒക്കെ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിലാണ് അവരിപ്പോൾ അറിയപ്പെടുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് അങ്കമാലി സ്വദേശിയാണ്, ബിസിനസ്സുകാരനാണ് പ്രോമി കുര്യാക്കോസ്. മറ്റൊന്ന് ലക്ഷ്മിപ്രിയയാണ്. കഴിഞ്ഞ 10 വർഷമായി BJP വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പോൾ 2020 സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ നിന്നും മത്സരിക്കുകയാണ്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ലക്ഷ്മിപ്രിയ. മറ്റൊന്ന് അഞ്ജലി നായരാണ്. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അഞ്ജലി നായർ മത്സരിക്കുന്നത്. അഞ്ജലി നായർ നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി അഞ്ജലിയെ കൂടുതൽ പ്രേക്ഷകർക്ക് അറിയണമെങ്കിൽ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ ദൃശ്യം 2-ൽ പോലീസ് വേഷത്തിലെത്തിയ അഞ്ജലി നായർ ഒരു തമിഴിലും തെലുങ്കിലുമൊക്കെ ആയിട്ട് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഞ്ജലിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മറ്റൊന്ന് വീണ നായരാണ്. വീണ ഏറ്റുമാനൂർ സ്വദേശി കൂടിയാണ്. വീണയും നർത്തകിയാണ്, നടിയാണ്. ഒരുപാട് സിനിമ സീരിയൽ രംഗങ്ങളിൽ സജീവമായിട്ടുള്ള വ്യക്തിയാണ്. ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാത് മണ്ഡലങ്ങളിൽ ജനിച്ച വ്യക്തികളെ തന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ 2020. എന്തായാലും 2020യും ഈ താരപ്പൊലിമ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ സിനിമാ താരങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ആളുകൾക്ക് സുപരിചിതരായിട്ടുള്ള വ്യക്തികളെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സാബു എം ജേക്കബാണ് 2020യുടെ MD സാബു എം ജേക്കബാണ് ഇന്ന് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിലും സിനിമാ താരങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ഇവർക്കൊക്കെ എത്രമാത്രം മണ്ഡലങ്ങളിൽ തിളങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഈ സിനിമാ താരങ്ങൾ കളത്തിലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരെത്രമാത്രം ആ സിനിമാ താരം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതെത്രമാത്രം കേരളത്തിലെ മലയാളികൾക്ക് അത് വോട്ടായി മാറ്റാൻ കഴിയും അല്ലെങ്കിൽ അവരെത്രത്തോളം അതിനെ അംഗീകരിക്കുമെന്ന് നമുക്കറിയില്ല. ഇതിനു മുൻപും നമ്മൾ പലവരെയും കണ്ടതായിരുന്നു. എന്തായാലും 2020യുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സുപരിചിതരായിട്ടുള്ള ആളുകളാണ്, സിനിമാ താരങ്ങളെയാണ് അവർ കൂടുതലും സ്ഥാനാർത്ഥിയാക്കി രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. രേണുക, തീർച്ചയായും. എന്തായാലും നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. താരപ്പൊലിമയിലാണ് നാലാം ഘട്ട പട്ടിക 2020 പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മൾ ഒന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ CPMന് വലിയ പ്രതിസന്ധിയാണ് TK ഗോവിന്ദൻ ഉയർത്തിയിരുന്നത്. ചില തുറന്നു പറച്ചിലുകൾ അദ്ദേഹം നടത്തിയിരുന്നു. മാത്രവുമല്ല, തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്ന് TK ഗോവിന്ദനെതിരെ CPM നേതൃത്വം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ മലപ്പട്ടത്ത് CPM പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.